ഇതിൻ്റെ ഹൈബ്രിഡ് എന്ന് പറയുന്ന ഒരു മോഡൽ വാച്ചാണിത്. ലുലുവിൽ നിന്നും 24.9 BD 25 BDയോളം ആയി. 29 BDയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ കമ്പനി ഓഫർ അവർ ചോദിച്ചപ്പോൾ തന്നു. അപ്പോൾ ഇതിൽ നമുക്ക് വേറെ ആപ്പുകളൊന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. ഇൻബിൽറ്റ് ആപ്പുകളുണ്ട്. ബ്ലൂടൂത്ത് കോളിംഗ് ആണ് വരുന്നത്. പിന്നെ ഹാർട്ട് റേറ്റ് മോണിറ്റർ, ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഓക്സിജൻ, മൾട്ടി സ്പോട്ട് മോഡ്. പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞാൽ ബെൽറ്റ് ക്വാളിറ്റി നല്ലതാണ്. അത്യാവശ്യം നല്ല ബെൽറ്റ് ക്വാളിറ്റി. 3 സ്ട്രാപ്പ് വരുന്നുണ്ട്. സിലിക്കോണിൻ്റെ അത്യാവശ്യം നല്ല കംഫർട്ടാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. കണ്ടാൽ ഗാലക്സി വാച്ച് 8 അൾട്ര പോലെ ഇരിക്കും കണ്ടാൽ. സ്പെസിഫിക്കേഷൻ വന്നിട്ട് ഡിസ്പ്ലേയിൽ 1.43 ഇഞ്ച് ഡിസ്പ്ലേ, നല്ല ബെസൽലെസ് ഡിസ്പ്ലേ ആണ് റൗണ്ട് ഇതിനകത്ത് വരുന്നത്, റൗണ്ട് ഡയലിനകത്ത് വരുന്നത്. പിന്നെ സൈഡ് അത് ബെസലിൽ കൂട്ടാൻ പറ്റത്തില്ല, അതിൻ്റെ മോഡൽ അങ്ങനെയാണ്. അപ്പോൾ അമോലെഡ് ഡിസ്പ്ലേ അത്യാവശ്യം നല്ല ബ്രൈറ്റാണ്. വെയിലത്തൊക്കെ നന്നായിട്ട് കാണാൻ ഉപയോഗിച്ച് നോക്കി. 300 mAh ബാറ്ററി. റെസൊല്യൂഷൻ വന്നിട്ട് 466 ആണ്. പിന്നെ IP68 റേറ്റിംഗ് ഉണ്ട്. പിന്നെ ബ്ലൂടൂത്ത് 5.3 അതുപോലെ 3 ബ്ലൂടൂത്ത് വേർഷൻ 5.3യും 3യും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്മാർട്ടിക്സിൻ്റെ. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, നല്ല പാക്കേജിലാണ്, നല്ല പാക്കിങ്ങിലാണ് വരുന്നത്. ഇതാണ് വാച്ച്. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇത് പിന്നെ ഒരു ദിവസമായിട്ട് ഉപയോഗിക്കുകയാണ്. ഇപ്പം അൺബോക്സ് ചെയ്യാൻ വേണ്ടി അതിനകത്തെടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. അപ്പം കാണാം, സ്മാർട്ടിക്സ് IP68 റേറ്റിംഗ് ഒക്കെ ഉള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഏകദേശം 6000 രൂപ വരും ഇതിൻ്റെ വില. ഇതിപ്പം പിന്നെ മുകളിൽ നിന്ന് താഴോട്ട് സെറ്റിങ്സ്, പിന്നെ ഇത് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ഇത് ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനും ഉള്ളതാണ്. ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനും ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ മാക്സിമം ബ്രൈറ്റ്നെസ്സിലാണ് ഇട്ടേക്കുന്നത്. അത്യാവശ്യം നല്ല ബ്രൈറ്റാണ്. പിന്നെ സെറ്റിങ്സിൽ പോയാൽ ഇങ്ങനെ എല്ലാം ഉണ്ട്. നമുക്ക് സ്റ്റാൻഡ് ബൈ ഡയൽ ഓൺ ചെയ്തിടാം. അതിൽ ഡിജിറ്റൽ ഡയൽ ഇപ്പം സ്റ്റാൻഡ് ബൈ ഇട്ട് കഴിഞ്ഞാൽ ഫുൾ ടൈം ഇങ്ങനെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ ഇങ്ങനെ കാണാം. അതുപോലെ പോയിൻ്റർ മോഡും ഉണ്ട്. അത് നമുക്ക് ഞാനതൊന്നിട്ട് കാണിക്കാം. സ്റ്റാൻഡ് ബൈ ഡയലിൽ പോയിൻ്റർ ഡയലിട്ട് കഴിഞ്ഞാൽ ഇത് ഫുൾ ടൈം ഇങ്ങനെ ഓണായിട്ടുണ്ടാവും. ചെറിയൊരു ബ്രൈറ്റ്നെസ്സിൽ നമുക്ക് എപ്പോഴും ഫുൾ ടൈം സമയം കാണാൻ പറ്റും. പിന്നെ വാച്ച് ഫേസുകൾ നമുക്ക് ഇഷ്ടത്തിന് ചേഞ്ച് ചെയ്യാം. ആപ്പിൽ ഒരുപാട് വാച്ച് ഫേസ് ഉണ്ട്. അത്യാവശ്യം നല്ല വാച്ച് ഫേസുകൾ ഒരുപാടുണ്ട്. അത്യാവശ്യം നല്ല ബ്രൈറ്റാണ്. എത്ര വെയിലത്തും നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ കാണാൻ പറ്റും. AMOLED ഡിസ്പ്ലേ ആണ്, നല്ല ബ്രൈറ്റാണ്. വാച്ച് ഫേസുകൾ നമുക്ക് ആപ്പിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ അതുപോലെ കസ്റ്റമൈസ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടെങ്കിലും കസ്റ്റമൈസേഷൻ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാൻ നോക്കി, ഒരുപാട് ലിമിറ്റഡാണ്. നമുക്ക് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫേസുകളൊന്നും കിട്ടത്തില്ല കസ്റ്റമൈസ് ചെയ്യുമ്പോൾ. അല്ലാതെ നമുക്ക് ഓൾറെഡി പ്രീ ലോഡഡ് ആയിട്ടുള്ള ഒരുപാട് വാച്ച് ഫേസുകൾ നമ്മുടെ ആപ്പിൽ തന്നെ ഉണ്ട്. ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതാണ് അതിൻ്റെ സെറ്റിങ്സ്. ഇത് അപ്പോൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് റൈസ് ടു വേക്ക് വർക്ക് ചെയ്യത്തില്ല. അപ്പം ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓഫ് ചെയ്തിട്ടാലേ അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇതാണ് സ്പോർട്സ് മോഡ്. അപ്പോൾ സ്പോർട്സ് മോഡിലെല്ലാം വരുന്നുണ്ട്. ഇപ്പം ഡിസ്പ്ലേയിൽ നമുക്ക് ഇപ്പോൾ ക്യാമറയിൽ കാണുന്നതിനേക്കാളും നല്ല തെളിച്ചവും ക്ലാരിറ്റിയും ഉണ്ട്. ഇതിപ്പോൾ ഫോക്കസ് ആവുന്നതുകൊണ്ടാണ്. പിന്നെ ബ്രൈറ്റ്നസ് ഒരുപാട് കൂട്ടിയിട്ടേക്കുന്നത് കൊണ്ടുമാണ്. ബ്രൈറ്റ്നസ് നമുക്ക് കുറച്ചിടാം. നോക്കിയാൽ ബ്രൈറ്റ്നസ് കുറച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഹാഫ് ബ്രൈറ്റ്നസ് നമുക്കിതിന് മെനു
ഞാനൊരു ലിസ്റ്റായിട്ടാണ് മെനു കൊടുത്തേക്കുന്നത്. സെറ്റിങ്സിൽ പോയാൽ ഇങ്ങനെ ഏത് മോഡലിൽ വേണോ കൊടുക്കാം. പിന്നെ കാൽക്കുലേറ്ററൊക്കെ ഇതുപോലെ വരും. പിന്നെ തീംസ് നമുക്ക് മാറ്റാം. തീംസ് ഇപ്പോൾ ഞാൻ ലിസ്റ്റാണ് ഇട്ടേക്കുന്നത്. സെല്ലുലാർ, റോളിംഗ്, ഇങ്ങനെ എല്ലാ മോഡലും ഇടാം. പിന്നെ കലണ്ടറുണ്ട്. ഇതിലുള്ളതൊക്കെ ഉള്ളൂ. നമുക്ക് പുതുതായിട്ട് ഇതിൽ ഡൗൺലോഡ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ എല്ലാ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരും. ബ്ലൂടൂത്ത് കോളിംഗ് അവൈലബിൾ ആണ്. പക്ഷേ സൗണ്ട് കുറച്ച് കുറവാണ്. ഈ വാച്ച് എടുക്കുന്നവർ ശ്രദ്ധിക്കണം, സൗണ്ട് വളരെ കുറവാണ്. നമുക്ക് പുറത്ത് ഔട്ട്ഡോറൊന്നും സംസാരിക്കാൻ പറ്റില്ല. നമുക്ക് റൂമിനകത്തോ കാറിലോ ജോലി സ്ഥലത്ത് വലിയ ശബ്ദമില്ലാത്ത സ്ഥലത്ത് ജോലി ചെയ്യുന്നവർ ഓഫീസിലൊക്കെ ആണെങ്കിൽ നമുക്കിതിൽ സംസാരിക്കാം അത്യാവശ്യം. അതായത് വലിയൊരു ലൗഡ് സ്പീക്കറിൽ കിട്ടുന്ന സൗണ്ടോ അല്ലെങ്കിൽ മറ്റു പല വാച്ചുകൾ കിട്ടുന്ന ശബ്ദമൊന്നും ഈ സ്മാർട്ടിക്സിൻ്റെ തന്നെ പല മോഡലിലും കിട്ടുന്ന വാച്ച് ഇതൊന്നും സൗണ്ടൊന്നും അത്രയും സൗണ്ടൊന്നും ഇതിൽ പ്രതീക്ഷിക്കേണ്ട. പിന്നെ അതിൽ ഡയലിപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഫോണിൽ നിന്ന് ഡയറക്റ്റ് സിം കോളാണ്. വാട്സപ്പ് കോളിനാണെങ്കിൽ നമുക്ക് അസിസ്റ്റൻ്റ് യൂസ് ചെയ്യാം. അസിസ്റ്റൻ്റ് ഉണ്ട്. അസിസ്റ്റൻ്റ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ AI ബേസ് വെച്ചിട്ട് കോൾ ചെയ്യാനായിട്ട് പറയാൻ പറ്റും. അതിലിപ്പം ടാപ്പ് സ്റ്റാർട്ട് കൊടുത്താൽ അസിസ്റ്റൻ്റ് ഓൺ ആവും. പിന്നെ അതുപോലെ ആക്ടിവിറ്റീസ്, കോൾ മെനു, സ്പോർട്സ്, റെക്കോർഡ്, സ്ട്രെസ്സ്, SpO2. അപ്പം SpO2 അതുപോലെ ബ്ലഡ് പ്രഷർ, ആക്യുറസി, ഹാർട്ട് റേറ്റും SpO2 ഏകദേശം ഓക്കെയാണ്. ബ്ലഡ് പ്രഷർ എങ്ങനെയാണ് മെഷർ ചെയ്യുന്ന ടെക്നോളജി നമുക്ക് മനസ്സിലായിട്ടില്ല. അതൊക്കെ നോക്കേണ്ടിയിരിക്കുന്നു. അപ്പം അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് മറ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതുപോലെ എല്ലാ ആപ്പുകളും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനൊന്നും പറ്റത്തില്ല. അതിലുള്ളതെല്ലാം ഉപയോഗിക്കാം. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് പേഴ്സണലൈസ് ചെയ്യാം. നമുക്ക് ഏതാണോ വേണ്ടത് നമുക്കിങ്ങനെ ഇട്ടിട്ട് നമുക്കിപ്പം വാച്ചിൻ്റെ മെയിൻ മെനുവിൽ നിന്ന് ഇങ്ങനെ റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഓരോന്ന് ഇങ്ങനെ സെറ്റ് ചെയ്തിടാൻ പറ്റും. അത്യാവശ്യം നല്ല. അപ്പോൾ ഇതിൽ മെനു ഇപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് സെറ്റിങ്സാണ്. സെറ്റിങ്സ് അത് ഫോണിലാണോ ഫോണിലാണോ നമുക്ക് വാച്ചിലാണോ ശബ്ദം കേൾക്കേണ്ടത് എന്നുള്ളത്. പിന്നെ സ്ക്രീൻ ഓൺ എപ്പോഴും വേണമെങ്കിൽ ഓൺ ചെയ്തിടാം. അതിനുള്ളതാണത്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. അലാം സെറ്റ് ചെയ്യാം. ബ്രൈറ്റ്നസ്, പിന്നെ QR കോഡ് ആപ്പിൻ്റെ സിങ്ക് ചെയ്യാനുള്ളത്. അഡ്ജസ്റ്റ് ബ്രൈറ്റ്നസ്. പാസ്വേഡ് സെറ്റ് ചെയ്തിടാം. അതുപോലെ ലാംഗ്വേജ്, മെനു സ്റ്റൈല്, സിസ്റ്റം മെനുവിൽ വരുന്നത് ഫാക്ടറി റീസെറ്റ്, റീബൂട്ട്, പവർ ഓഫ്, സ്റ്റാൻഡ് ബൈ ഡയൽ, റൈസ് ടു വേക്ക് ഓണാക്കിയിടാം. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓണാക്കിയിടാം. അത് നമുക്ക് ടൈമർ സെറ്റ് ചെയ്ത് 15 മിനിറ്റ് 20 മിനിറ്റ് വരെ മാക്സിമമായിട്ട് സെറ്റ് ചെയ്തിടാൻ പറ്റും. പിന്നെ നമുക്ക് മോഷൻ ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഏത് വർക്കൗട്ടാണ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് റെക്കഗ്നൈസിനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ ഇതാണ് എബൌട്ട് ഹൈബ്രിഡ് എന്നാണ് അതിൻ്റെ മോഡലിൻ്റെ പേര്. പിന്നെ വരുന്നത് പിന്നെ വെതർ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ റെക്കോർഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ, അതിൽ നമുക്ക് സ്പോർട്സ് അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റീസ് റെക്കോർഡ് ചെയ്തിട്ടുള്ളതൊക്കെ ഇവിടെ ഉണ്ടാവും. ഫ്രെയിം മൂവ്മെൻറ്റ്, അതുപോലെ വാക്കിങ്ങിലൊക്കെ ടൈം, ഡിസ്റ്റൻസ്, കലോറി, മാക്സിമം ഹാർട്ട് റേറ്റ്, ആവറേജ്, മിനിമം, പിന്നെ സ്റ്റെപ്സ്, എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടാകും. പിന്നെ ആപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്കതിനെ വീഡിയോ ആയിട്ട് മാപ്പിൽ നമ്മൾ നടന്നതൊക്കെ വീഡിയോ ആയിട്ടൊക്കെ എടുത്തിടാൻ കഴിയും. ഷെയർ ചെയ്യാനൊക്കെ പറ്റും. കോൾ മെനു, ആക്ടിവിറ്റി. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് എടുത്ത് പറയേണ്ട കാര്യം. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. നല്ല റെസൊല്യൂഷനും നല്ല ബ്രൈറ്റുമാണ്. അതാണ് ഇതിനായിട്ട് മെയിനായിട്ടുള്ളത്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. വളരെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും. വളരെ കംഫർട്ടബിളാണ്. വേറെ ബിൽറ്റ് ക്വാളിറ്റി അതുപോലെ നല്ലതാണ്. ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മുടെ സാംസങ്ങിൻ്റെ ഗാലക്സി വാച്ച് അൾട്ര 8 അൾട്രയുടെ അതേ കാണാനെല്ലാം അതേ ലുക്കാണ്. അപ്പോൾ കോപ്പിയല്ല, ഇത് ഇവരുടെ ബ്രാൻഡ് സ്മാർട്ടിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇറക്കുന്നതാണ്. ഇതാണ് സാധനം. പിന്നെ ഇതിൽ വോയിസ് വളരെ ശോകമാണ്. ശബ്ദം തീരെയില്ല. അപ്പോൾ നിങ്ങൾ ശബ്ദത്തിൻ്റെ കാര്യം ഒന്നും ശ്രദ്ധിച്ചോളണം. ഇത് വാങ്ങുന്ന സമയത്ത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. 6000 രൂപ, നിങ്ങൾ 29 മേടിക്കുന്നെങ്കിൽ 8000 രൂപകളാവും. അപ്പോൾ പിന്നെ ഇത് വേർത്താണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക ഈ പ്രൈസിന് ഇത് വേർത്താണോ എന്നുള്ളത്.
വേറെ ഒന്നും പറയാനില്ല. നോക്കണം. ഞാൻ ഇന്നലെ മേടിച്ചിട്ടേ ഉള്ളൂ. ബാക്കി വീഡിയോകളൊക്കെ നിങ്ങൾ ആവശ്യാനുസരണം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ദുബൈയിൽ ഇത് 31 കൊടുത്തേക്കുന്നത്. 31. അതായത് ഇവിടെ ഞാൻ 25-നാണ് മേടിച്ചത്. 25 ബീഡിക്കാണ് മേടിച്ചത്. വേറെ എന്തെങ്കിലും അറിയാനെന്നുണ്ടെങ്കിൽ ഈ വാച്ചിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ഇട്ടാൽ ഞാൻ കമൻറ്റ് ഇട്ടാൽ അതിന് മറുപടിയായിട്ട് എന്ത് ചെയ്യാം, വീഡിയോ ഇടാം. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിന് ആൻസർ ചെയ്യാം. സ്ലീപ്പ് മോഡ് ഓട്ടോമാറ്റിക് ഡിറ്റക്ഷൻ ഒന്നുമല്ല, നമ്മളിങ്ങനെ ഓണാക്കിയിട്ടിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ, ഡിറ്റക്റ്റ് ചെയ്യുള്ളൂ. അല്ല ഓട്ടോ ഡിറ്റക്ഷൻ ഒന്നുമില്ല. എല്ലാ സ്പോർട്സും അങ്ങനെയാണ്. പിന്നെ ഹാർട്ട് ബീറ്റ്, വാക്കിങ്, SpO2 ഇത് 3 ഓട്ടോ ഡിറ്റക്റ്റ് ചെയ്യും. BP നമ്മൾ ഓപ്പൺ ആക്കി ഇട്ടിരുന്നാൽ എടുക്കത്തുള്ളൂ. ഇതിപ്പോൾ നമുക്ക് വാച്ച് ഫോൺ കണ്ടെത്താനുള്ള ഫൈൻഡ് മൈ ഫോണിൻ്റെ ഓപ്ഷനാണ്. ക്യാമറ നമുക്ക് കൺട്രോൾ ചെയ്യാം. ക്യാമറ ഷട്ടർ നമുക്ക് കൺട്രോൾ ചെയ്യാം മാനുവലായിട്ട് ഈ വാച്ച് ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ളതാണ്. നോട്ടിഫിക്കേഷനിൽ നമുക്ക് ആവശ്യമുള്ളത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇതൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ ആപ്പിൻ്റെ വീഡിയോ കൂടെ വേണമെങ്കിൽ പറഞ്ഞാൽ ആപ്പ് വീഡിയോയും കൂടെ ഇടാം. ഇതാണ് ഡയൽ. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയും ബ്രൈറ്റ്നസ്സും ഒക്കെ ഉണ്ട്. ഇതാണ് വാച്ച്. ഇതാണ് അതിൻ്റെ ബോക്സ്. ഓക്കെ, വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ എന്തെങ്കിലുമൊക്കെ സംശയം എന്നോട് ചോദിച്ചോളൂ, പറഞ്ഞുതരാം. 6000 രൂപയാവും. പിന്നെ നമുക്ക് വേറെ ആപ്പൊന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല, അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എല്ലാ നോട്ടിഫിക്കേഷൻസും മൊബൈലിൽ വരുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും വായിക്കാൻ പറ്റും. കോള് ബ്ലൂടൂത്ത് വഴി അറ്റൻഡ് ചെയ്യാം, പക്ഷേ സൗണ്ട് വളരെ കുറവാണ്.